നേരോടെ, നിർഭയം, നിരന്തരം. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും ആശയം. നിർഭയവും നിരന്തരവും ഉണ്ടെങ്കിലും ഒന്നാമത്തതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയാൽ നിർഭയവും നിരന്തരവും ഉള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അപ്പോൾ ഒന്നാമത്തെ നേരോടെ, ആ നേര് ഉറപ്പാക്കാൻ തീർച്ചയായും ഏഷ്യാനെറ്റ് തയ്യാറാകണം. ഇപ്പൊ കണ്ണാടി പരിപാടിയില്ല. കണ്ണാടിയിൽ ഇടക്കിടക്ക് നോക്കിക്കൊണ്ട് നേരാണോ നിർഭയവും നിരന്തരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമല്ല ഏതൊരു പൗരനുമുണ്ട്. മടയിൽ കയറി പുലിയെ ആക്രമിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏഷ്യാനെറ്റ് സർക്കാർ വിരുദ്ധ വാർത്തകൾ മാത്രം നൽകുന്ന ചാനലായി മാറിയിട്ടുണ്ട്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പൂർണ്ണമായും തമസ്കരിക്കുക, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, CPM-നെതിരെ ഏകപക്ഷീയമായി വാർത്ത നൽകുക. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് നൽകിയ വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. എസ്റ്റിമേറ്റിനെ എക്സ്പെൻഡിച്ചറായി മാറ്റി വ്യാജ വാർത്ത ചമച്ച ഏഷ്യാനെറ്റിനെ നാം കണ്ടിരുന്നു. ഏഷ്യാനെറ്റിന്റെ വാർത്ത പിന്തുടർന്ന് എല്ലാ മാധ്യമങ്ങളും കോപ്പിയടി വാർത്ത നൽകിയതും നാം കണ്ടിരുന്നു. അങ്ങനെ വാർത്തകൾ സർക്കാർ വിരുദ്ധമാകുക, സർക്കാർ വിരുദ്ധ വാർത്തകൾ മാത്രം നൽകുക എന്ന നിലപാടിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ 30ാം വാർഷികം വരുന്നത്. 30ാം വാർഷികത്തിന് ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെയാണ്. PA മുഹമ്മദ് റിയാസ് അവിടെ പങ്കെടുക്കുകയും ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തകരോട്, ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, നേരോടെ നിർഭയം എന്ന് പറഞ്ഞാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണം എന്ന്. കണ്ണാടി നോക്കി നിങ്ങളുടെ മുഖം നല്ലതാണോ, നിങ്ങൾ നേരോടെയാണോ കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വേദിയിൽ ചെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ നിരന്തരം നിർഭയം വിമർശിക്കുന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിനെയാണ് നാം കണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഏഷ്യാനെറ്റിന് 30 വയസ്സ് തികഞ്ഞിരിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമ രംഗം ഒരു 4th എസ്റ്റേറ്റ് എന്നാണ് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നതും കണക്കാക്കുന്നത്. ജനങ്ങൾക്ക് മുമ്പാകെ കാര്യങ്ങൾ, സത്യങ്ങൾ ഒക്കെ തന്നെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമ രംഗത്തിനുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. അതിനെല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്ന ജനതയുള്ള സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട്. സർക്കാർ ഇടപെടേണ്ട മേഖലകളെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ നിറച്ചുകൊണ്ട് അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും മാധ്യമ രംഗത്തുണ്ട്. സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശവും മാധ്യമങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അത് ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ സർക്കാരുകളെ കേരളത്തിൽ വിമർശിക്കുന്നത് പോലെ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെടുന്നില്ല, ആക്രമിക്കപ്പെടുന്നില്ല. സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ ഈ കേരളത്തിൽ അടച്ചുപൂട്ടുന്നില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. എന്നാൽ അത് ചിലത് അതിര് കിടക്കുന്നുണ്ടോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമല്ല ഏതൊരു പൗരനുമുണ്ട്. ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിനുള്ള വിമർശനം മുഴുവൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വേദിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള വിമർശനം പൗരനും ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമുണ്ട്.
അത് തീർച്ചയായിട്ടും അതുണ്ട്. സർക്കാരിനെയോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരെയോ വിമർശിക്കുന്ന രീതിയിൽ നിന്നും ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലും അയവ് കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ഭാഗമായ മന്ത്രിസഭയിലുള്ള വ്യക്തി എന്നുള്ളതിന് എനിക്കെതിരെയും അല്ലെങ്കിൽ ഏതൊരു സാമൂഹിക പ്രവർത്തകന് രംഗത്തുള്ളവർക്കെതിരെയും തുടരുമ്പോൾ അത്തരം വിമർശനങ്ങളെ ഒരു തരത്തിലും അസഹിഷ്ണുതയോടുകൂടി കാണുന്നവരല്ല, ഭയക്കുന്നവരല്ല. ഏഷ്യാനെറ്റിന്റെ ക്യാപ്ഷൻ കടമെടുത്ത് പറഞ്ഞാൽ നിർഭയം അത്തരം വിമർശനങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. കാരണം അതിന് ഞങ്ങളുടെ കരുത്ത് ജനങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിമർശനങ്ങൾ നമുക്ക് തുടങ്ങാം, അല്ലെ വിമർശനങ്ങൾ നമുക്ക് തുടരാം, അത്തരം പ്രവർത്തനങ്ങൾ തുടരാം. പക്ഷേ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങി നമുക്ക് മുന്നോട്ട് പോകണം. നേരോട്, നിർഭയം, നിരന്തരം. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും ആശയം നിർഭയവും നിരന്തരവും ഉണ്ടെങ്കിലും ഒന്നാമത്തതിൽ എവിടെയെങ്കിലും പാണിച്ച പറ്റിയാൽ നിർഭയവും നിരന്തരവും ഉള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അപ്പോൾ ഒന്നാമത്തെ ആ നേര് ഉറപ്പാക്കാൻ തീർച്ചയായും ഏഷ്യാനെറ്റ് തയ്യാറാകണം. ഇപ്പൊ കണ്ണാടി പരിപാടിയില്ല, കണ്ണാടിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നേരാണോ നിർഭയവും നിരന്തരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യവും വെച്ചുകൊണ്ടതിന് ഉൾക്കൊള്ളാനും ജനങ്ങളോട് ഞങ്ങൾക്കുള്ള അഭിപ്രായം, തെറ്റ് ഏത് ഭാഗത്തുണ്ടെങ്കിൽ അഭിപ്രായം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാനുമുള്ള ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Thank you for those